മനുഷ്യർ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നത് എന്തിനാകും? മല കയറുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടാകാം? ചെമ്പ്രമല കയറുമ്പോൾ മനസ്സിലെ തോന്നൽ അതായിരുന്നു. പുതിയ ഉയരങ്ങൾ കാണുന്ന വിസ്മയത്തിനാണോ? ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സന്തോഷത്തിനാണോ? മലകളുടെ ചെങ്കുത്തായ വെല്ലുവിളിയിൽ നമ്മൾ ലക്ഷ്യം കണ്ടെത്തും. അതെപ്പോഴും കീഴടക്കാനുള്ള ത്വരയാകണമെന്നില്ല. ഓരോ ചുവടും ഇച്ഛാശക്തിയുടെ ഓരോ പരീക്ഷണമാണ്. ഓരോ ശ്വാസവും ജീവിതത്തിൻ്റെ ദുർബലതയുടെ ഓർമ്മപ്പെടുത്തലാണ്. പ്രണയത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചുമുള്ള പഴയൊരു വാചകം ഒരു വാക്കു മാറ്റി പറയാൻ തോന്നുന്നു. മല കയറുമ്പോൾ നമ്മൾ ജീവിക്കുകയാണ്, ജീവിക്കുമ്പോൾ മല കയറുകയും. മലകയറ്റം മനുഷ്യർക്ക് ചിലപ്പോൾ ഈത്തരം തത്വവിചാരങ്ങളും തരും. ഈ യാത്ര ചെമ്പ്രമലയുടെ ഉച്ചിയിലേക്കാണ്. അവിടെ എന്താണ്? അവിടെ മലയിടുക്കുകളുടെ മൗനം, പ്രകൃതിയുടെ ഗൂഢമായ നിശബ്ദത, തണുപ്പ്, ചായുന്ന വെട്ടത്തിൽ മലനിരകളുടെ നിഴൽ, പലതരം പച്ചകൾ, പിന്നെ ഒരു തടാകവും. എല്ലാ മലകളെയും പോലെ തന്നെ. അത് പലവട്ടം കണ്ടിട്ടുള്ളതല്ലേ? പിന്നെ എന്തിന് അവിടം വരെ കയറണം? ചെമ്പ്രമല വിളിച്ചു, അത്ര തന്നെ. ലക്ഷ്യമല്ല പ്രധാനം, യാത്ര തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ നമ്മളൊരു നീണ്ട ട്രക്കിങ്ങിന് തയ്യാറെടുക്കുകയാണ്. നമുക്കിവിടെ എഴുതി നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെമ്പ്രമലയുടെ മുകളിലേക്ക് ഏതാണ്ട് 1300-ലധികം മീറ്റർ ഉയരത്തിലേക്ക് മെല്ലെ മെല്ലെ നടന്ന് നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പം ഈ യാത്ര കുറച്ച് കഠിനമാണ്, എങ്കിലും അതിന് മുകളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിനാണ് ഈ ട്രക്കിംഗ് എന്ന നിലയ്ക്ക് ആളുകൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. ബാ. ചെമ്പ്രയിൽ മെയിനായിട്ട് വരുന്നത് എക്കോ ടൂറിസം സെൻ്റർ ആയിട്ട്, അതായത് നമ്മൾ മൊത്തമായിട്ട് നാച്ചുറലായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്ന വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെമ്പ്ര മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ മാച്ച് ബോക്സ്, ലൈറ്റ്, ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ, പ്രകൃതിക്ക് വിധമായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ മലയിലേക്ക് കടത്തിവിട്ടില്ല. അത് നമ്മളിവിടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 7 മണിക്കാണ് രാവിലെ. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ലിമിറ്റഡ് ആൾക്കാരായതുകൊണ്ട് 88 പേർക്കാണ് നമ്മൾ ഒരു ദിവസം പെർമിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ടോക്കൺ അല്ലെങ്കിൽ ടിക്കറ്റ് എന്ന രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മണിയാകുമ്പോൾ ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നത്. ആ ടോക്കൺ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് വരുന്ന 88 പേർക്കാണ് നമ്മൾ ട്രക്കിങ്ങിന് പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ നമ്മൾ നടന്ന് ഈ ചെമ്പ്ര പീക്കിൻ്റെ ഒരു പകുതി വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 8 പോസ്റ്റ് പോലെ ഒരു സ്ഥലമൊക്കെ ഇവിടെയുള്ള VSS പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് പുറകിൽ കാണുന്ന യഥാർത്ഥ ചെമ്പ്രമലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ കൂടെ ഇവിടെ നിന്ന് ട്രക്ക് ചെയ്താലാണ് ചെമ്പ്ര എത്തുക. ആ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുക. ഒപ്പം അവിടെ നല്ലൊരു ഹൃദയത്തിൻ്റെ ആകൃതിയിലൊരു തടാകമുണ്ട്, മാനസ സരോവരം. അതൊക്കെ കാണണമെങ്കിൽ ഇനി കുറച്ചും കൂടെ കഷ്ടപ്പെടണം. നമുക്ക് എന്തായാലും യാത്ര തുടരാം. ഓക്കെ. വാ. നല്ല ചെങ്കുത്തായിട്ടുള്ള കയറ്റാണ്, നല്ല പാടാണ് കയറാൻ. അപ്പോൾ റെസ്റ്റ് എടുത്ത് തന്നെ വേണം നമുക്ക് ഇങ്ങോട്ട് പോരാൻ. ഏതായാലും നമ്മൾ ആ ഒരു മലയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീല് ഭയങ്കരമാണ്. വാ. ട്രക്കിംഗ് അത്യാവശ്യം നല്ല കായികാധ്വാനം വേണ്ട പരിപാടിയാണ്.
അപ്പോൾ നന്നായി മടുക്കും. കാരണം ചെമ്പ്ര പോലൊരു മല കയറി വരുമ്പോഴത്തേക്കും നന്നായി മടുക്കും. അപ്പം നന്നായി റെസ്റ്റ് എടുത്ത് ശ്വാസമൊക്കെ നോർമലായതിനു ശേഷം മുകളിലേക്ക് കയറാൻ നോക്കണം. സ്വാഭാവികമായിട്ടും ട്രക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്, അവർക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. എങ്കിൽ പോലും നന്നായി റെസ്റ്റ് എടുക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ரிலீஃப் தான் ஃபஸ்ட்டு வந்து சேர்ந்துட்டோமேனு ஒரு ரிலீஃப் கிடைக்கும். அதுக்கப்புறம் தான் நெக்ஸ்ட் வந்துட்டு வியூவாக இருக்கட்டும், பின்ன எதை தேடி வந்தோமோ அதை பார்த்து ஒரு ஹாப்பினஸ். We are the first time we are trekking, so it is nice. It is like very good. We are taking breaks beach mein and we're drinking water. It is good. And but here it's like greenery and it's fun. Like I'm just exploring. I went to Varkala also, so Kerala. I'm liking this place. I always wanted to come. വലിയൊരു സന്തോഷത്തിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് 4.5 കിലോമീറ്റർ വരുന്ന നേരായ പാതയും ചെങ്കുത്തായ മലയും പാറയുടെ ഇടുക്കുകളൊക്കെ കടന്ന് അങ്ങനെ അവസാനത്തെ സന്തോഷം എന്ന നിലയ്ക്ക് ചെമ്പ്രയുടെ മുകളിൽ, അതായത് നമുക്ക് പോകാൻ കഴിയുന്ന അത്ര മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എനിക്ക് പിന്നിലുള്ളതാണ് ഹൃദയ തടാകം, മാനസ സരോവരം എന്ന് പറയുന്ന ഒരു തടാകം. ഈ ഇത്രയും മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഉള്ള, എല്ലാ കാലത്തും വറ്റാത്ത ഒരു മലയിടുക്ക് അവിടെ നമുക്ക് കാണാം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ട്രക്കിങ്ങിൻ്റെ ഒരു ഏറ്റവും സ്വീറ്റായിട്ടുള്ള മധുരമായിട്ടുള്ള കാര്യം. ഇവിടുന്ന് നമുക്കൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. ഏതായാലും അങ്ങനെ ചെമ്പ്ര നമ്മൾ കീഴടക്കിയിരിക്കുകയാണ് ഗൈസ്. After seeing this beautiful view, and we thought of yes, let's go and make it. It's very wonderful and it's also worth it. I decided to go with my family into the dam because the safety protocols I saw are really good. So they are giving life jackets and they are giving introduction also. That is really good. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കൾക്കെല്ലാം നല്ല എൻജോയ് ആയി. ഇല്ല പേടിക്കാനൊന്നുമില്ല. നല്ല വ്യൂ ആണ്, അങ്ങോട്ട് പോകുന്ന തോറും നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. ലാസ്റ്റ് മാത്രം ഒരു അതെ. ബാണാസുര സാഗറിലെത്തിയാൽ സ്പീഡ് ബോട്ടിംഗ് മാത്രമല്ല, വളരെ ഗംഭീരമായൊരു സിപ്പ് ലൈൻ പ്രൊജക്റ്റ് കൂടിയുണ്ട്. അതെല്ലാവരെ സംബന്ധിച്ചും ഭയങ്കര അഡ്വഞ്ചറായിട്ട് തോന്നുന്ന ഒന്നാണ്. നല്ല താഴേക്ക് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകും. ഓക്കെ,
പൂക്കൾ കൊണ്ട് നിറഞ്ഞ കർലാട് തടാകം. ഇത് ഭയങ്കര രസമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ. കാരണം ഈ ആമ്പലിന്റെ മണം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കും. ഭയങ്കര സുന്ദരമായിട്ടുള്ള കാഴ്ചയുള്ള കർലാട് തടാകം. ഇവിടെ വന്ന് ഈ സുന്ദരൻ കാഴ്ചകൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അങ്ങനെ ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വന്നും ആസ്വദിക്കാവുന്ന, ആഘോഷിക്കാവുന്ന ഒരു ചെറിയ തടാകമാണ് കർലാട് തടാകം. അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ ഈ കർലാട് തടാകം കൂടി കണ്ടുപോകണം. അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വയനാട്ടിൽ പുതിയൊരു സ്പോട്ട് കൂടി വന്നിരിക്കുകയാണ്, ഒരു ട്രക്കിംഗ് സ്പോട്ട് കൂടി വന്നിരിക്കുകയാണ്, ചീങ്കേരി ഹിൽസ്. നമുക്ക് ഇവിടുന്ന് പിന്നിൽ കാണുന്ന പോലെ ഏതാണ്ട് 1 കിലോമീറ്റർ മുകളിലേക്ക് പോവുകയാണെങ്കിൽ പൂർണ്ണമായും വയനാട് കാണാൻ കഴിയുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പോട്ട് നമുക്ക് കിട്ടും. ഒപ്പം അവിടെ വന്ന് സമാധാനത്തോടെ ഇരിക്കാനും കഴിയും. DTPC ഇത് 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് നമുക്കിത് അനുവദിച്ചിട്ടുള്ളത്. അത് ഒരു പുതിയ അനുഭവമായി എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചീങ്കേരി മലയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ചീങ്കേരി മലയിൽ ഒന്ന് കയറിയിട്ട് വരാം. വാ. രാത്രിയിൽ ഒരു മലമുകളിലേക്ക് നമുക്ക് കയറാൻ കഴിയുക എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ തലയിൽ കാണാം ഇങ്ങനെ ഹെഡ്ലൈറ്റുകളൊക്കെ വെച്ച് അങ്ങനെയാണ് നമുക്ക് കയറാൻ കഴിയുക. കുറേ കൂടെ സൗകര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മലമുകളിലേക്ക് കയറുമ്പോൾ അവിടെ നമുക്കൊരു കൗതുകമുണ്ട്. ആ കൗതുകം എന്താണെന്ന് കൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് അങ്ങനെ മെല്ലെ മുമ്പോട്ട് പോവാണ്. ഓക്കെ. ഒരര മണിക്കൂർ കൊണ്ട് നടന്ന് കയറാവുന്നതാണ്. ആർക്കും കയറാം. രാത്രിയാണെങ്കിൽ പോലും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ വലിയൊരു ചെങ്കുത്തായ കയറ്റോ അല്ലെങ്കിൽ പാറ ഇടുക്കുകളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റും. ചീങ്കേരി ഹിൽസിൽ കയറിയാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വയനാട് ഏതാണ്ട് പൂർണ്ണമായും കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് രാത്രിയിൽ വന്ന് ഇവിടെ ഇത് ആസ്വദിക്കാൻ കഴിയും. ചൂട്ടികൾ ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ വന്ന് കയറി കാണാൻ കഴിയുന്ന തരത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഏതായാലും നൈറ്റ് ട്രക്കിംഗ് എന്നുള്ള പുതിയ പദ്ധതിയായി തന്നെ ചീങ്കേരി ഹിൽസ് ട്രക്കിംഗ് വരുന്നു എന്നുള്ളതാണ്. അതൊരു സന്തോഷം തരുന്ന കാര്യമാണ് ട്രക്കിംഗ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച്. നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. കാന്തൻപാറ വെള്ളച്ചാട്ടം. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ്. എല്ലാവർക്കും പോയി ആസ്വദിക്കാൻ കഴിയുന്ന വളരെ ചെറിയ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം. വളരെ സുന്ദരനായ കാഴ്ചയുള്ള കാന്തൻപാറ വെള്ളച്ചാട്ടം. വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് വെള്ളച്ചാട്ടങ്ങളാണ്. ഇടുക്കിയും വയനാടും ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലും എല്ലായിടത്തും കൊടും ചൂടുള്ള സമയത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ വന്ന് ഇത് കാണുന്നത് തന്നെ കണ്ണിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ്. സേഫായി എല്ലാവർക്കും വന്നു പോകാൻ കഴിയുന്ന കാന്തൻപാറ വെള്ളച്ചാട്ടം DTPCയുടെ നേതൃത്വത്തിൽ ആണിത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് മേപ്പാടിയിലുള്ള കാന്തൻപാറ വെള്ളച്ചാട്ടം. बहुत ज़्यादा ब्यूटीफुल प्लेस है. एम्बियंस बहुत वंडरफुल है. The place where I belong is very polluted और यहाँ पे मेरे को बहुत ज़्यादा पीसफुल एनर्जी मिल रहा है. Vibe is so beautiful here. सब लोग ये आइए. It's amazing experience here.
ഉറുമ്പാലക്കോട്ട കുന്നിന് മുകളിൽ വന്നാൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം. നല്ല സ്വർണ്ണവർണ്ണമുള്ള സൂര്യൻ. അതിന് താഴെ കോടമഞ്ഞ് മേഘങ്ങൾ പോലെ ഒഴുകി നടക്കുകയാണ്. ഈ സുന്ദരൻ കാഴ്ച കാണണമെങ്കിൽ അതിരാവിലെ തന്നെ കുന്നിന് മുകളിലെത്തണം. കുറച്ച് കഷ്ടപ്പെട്ടാലും വളരെ സുന്ദരനായ ഒരു കാഴ്ച നമുക്ക് വേണ്ടി ഇവിടെ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചത്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലെ പല കാഴ്ചകളും. നമ്മൾ പ്രകൃതിയുടെ സമയത്തിനെത്തിയാൽ ആ കാഴ്ചകൾ നമുക്ക് മുമ്പിൽ അത് തുറന്നു വെക്കും. മേലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതിന് വിചാരിച്ചില്ല ഇത്ര രസം ഉണ്ടാവുമെന്ന്. പിന്നെ കയറി കണ്ടപ്പോഴാണ് നല്ല ഇഷ്ടമായി. ആ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുമ്പോൾ ആ ഒരു ഫീല് വേർക്കുന്നു. അതെ, മൈൻഡ് ഫ്രഷ് ചെയ്യാൻ ഇതുപോലത്തെ സ്ഥലങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും കുറച്ച് റിലാക്സിങ് ആയിരിക്കും. കുറുവ ദ്വീപിൽ വരുമ്പോൾ സാധാരണ നമ്മൾ വരികയും വെള്ളത്തിലൂടെ ചെങ്ങാടത്തിലൂടെയൊക്കെ പോകുകയും കാടിനുള്ളിലൂടെ സഞ്ചരിക്കുകയൊക്കെയാണ് നേരത്തെ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതുതായി DTPCയും കേരള ടൂറിസവും ചേർന്ന് കയാക്കിംഗ്, അതായത് കുറെ കൂടി ആക്ടിവിറ്റീസ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് മെല്ലെ തുഴഞ്ഞ് പോയി നോക്കാം. ഓക്കെ, ബൈ 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 ബൈ. Wonderful experience kayaking here. They offer a lot of other activities like many other things. I suggest everybody to come here and have a great vacation with your family and friends. DTPC കുറെ കൂടി ആക്ടിവിറ്റീസ് എന്ന നിലയ്ക്ക് ഇപ്പോൾ കയാക്കിങ്ങും അതോടൊപ്പം തന്നെ ബാംബു റാഫ്റ്റിങ്ങും ഉള്ളത്. ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുള്ള ചങ്ങാടത്തിൽ ഇതിൽ ചുറ്റിക്കറങ്ങി ഈ സ്ഥലമെല്ലാം കാണാൻ കഴിയുന്ന തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു പ്ലേസ് ആയിരുന്നു. ഇവിടെ നല്ല വൃത്തിയുണ്ട്, നല്ല പച്ചപ്പ്, മരങ്ങള്. ഇവിടെ വന്നതിന് നല്ല കുറച്ച് സൈലന്റ് പ്ലേസ് ആയിരുന്നു. പിന്നെ നല്ല ഹാപ്പി ആയി, നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ദിവസം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 6 മണിക്ക് മഞ്ഞുള്ള സമയത്ത് 40 മിനിറ്റ് കറങ്ങി ഇവിടെ വരാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ദ്വീപിലേക്ക് കയറ്റിവിടും. അത് ടിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയാക്കിങ് തുടങ്ങും. അതോടുകൂടി പുതിയ റാഫ്റ്റിംഗ് സംവിധാനങ്ങളും കയാക്കിങ്ങും എല്ലാം കൂടെ റൗണ്ട് അടിച്ച് വരും. അസ്തമയ സൂര്യനെ കാണാൻ നെല്ലാറച്ചാല് പോകാം. കാരാപ്പുഴ അണക്കെട്ടിൻ്റെ കരയിലിരുന്ന് വയനാട്ടിലെ മൂവന്തി നേരം രസമുള്ളതാക്കാം. താമരശ്ശേരിയിൽ നിന്ന് ചുരം കയറി വരുമ്പോൾ ആദ്യമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പൂക്കോട് തടാകം. ബോട്ടിംഗ് ആണ് പ്രധാന ആകർഷണം. കാടിന് നടുവിലെ പെഡൽ ബോട്ടിംഗ് സഞ്ചാരികൾക്ക് എന്നും പ്രിയങ്കരമാണ്. പൂക്കോട് നമുക്കിവിടെ ഇപ്പോൾ ഫിഷ് പായ് ഉണ്ട്. ഫിഷ് പായിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിൽ അലങ്കാര മത്സ്യങ്ങളാണുള്ളത്. പിന്നെ നമുക്ക് ഫിഷ് പാ പിന്നെ കാല് മസാജ് ചെയ്യുന്ന ഒരു പെഡിക്യൂർ, ഫിഷ് പെഡിക്യൂർ ആണ്. ബോട്ടിങ്ങിന് ചിലർക്ക് ബോട്ടിങ് താല്പര്യം ഇല്ലാത്തവർ ഫിഷ് പാ ചെയ്യും.